രക്ഷാപ്രവർത്തനത്തിന് സൈന്യം കേരളത്തിന്റെ പക്കലിൽ നിന്നും 133 കോടി രൂപ ആവശ്യപ്പെട്ടതും കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുകയാണെന്നുമുള്ള വ്യാപക കുപ്രചരണമാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? നിയമപ്രകാരം നടക്കുന്ന നടപടിക്രമത്തെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നുണപ്രചരണം. 1990-ലെ ഗവൺമെന്റ് അക്കൗണ്ടിംഗ് നിയമപ്രകാരം പ്രകൃതി ദുരന്തങ്ങൾക്ക് സൈന്യം നൽകുന്ന സേവനത്തിന് ചെലവ് കാണിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. ഇത് സഹായം ആവശ്യപ്പെട്ട സംസ്ഥാനങ്ങൾക്കാണ് നൽകേണ്ടത്. എന്നാൽ പണം സംസ്ഥാനം നൽകേണ്ടതില്ല. ഈ ബില്ലുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ദുരിതാശ്വാസത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്നും ഈ തുക കേന്ദ്രം സേനയ്ക്ക് നൽകും. ഈ നടപടിക്രമത്തെയാണ് കോൺഗ്രസും CPM-ഉം ഒപ്പം മാധ്യമങ്ങളും വ്യാജമായി പ്രചരിപ്പിച്ചത്. മോദി സർക്കാരിനെതിരെ ജനകീയ വികാരം സൃഷ്ടിക്കുക എന്ന ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ. എന്തുകൊണ്ടാണ് സൈന്യം പണം ആവശ്യപ്പെടുന്നത്? സൈന്യത്തിന്റെ ജോലി രാജ്യസുരക്ഷയാണ്. ദുരന്തങ്ങളെ നേരിടാൻ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ദുരന്ത പ്രതികരണ സേനയുണ്ട്. അതിന് പ്രത്യേകം ബജറ്റുമുണ്ട്. എന്നാൽ ദുരന്തം ഗുരുതരമാണെങ്കിൽ സൈന്യത്തിന്റെ സേവനമുണ്ടാകും. ഈ സേവനത്തിന് 1970-ലെ ഇൻസ്ട്രക്ഷൻ ഓൺ എയ്ഡ് ടു സിവിൽ അതോറിറ്റി ബൈ ദ ആംഡ് ഫോഴ്സ് പ്രകാരം പണം ആവശ്യപ്പെടാം. അനാവശ്യമായി സൈന്യത്തിന്റെ സേവനം ആവശ്യപ്പെടുന്നത് തടയുക എന്നതും ഒപ്പം സൈനിക ആവശ്യങ്ങൾക്ക് നീക്കിവെച്ച ബജറ്റ് വിഹിതം അതിനായി മാത്രം വിനിയോഗിക്കപ്പെടണമെന്നതും ഇത്തരമൊരു നിയമത്തിന് പിന്നിലുണ്ട്. ദുരന്തങ്ങളെ നേരിടാൻ സംസ്ഥാനങ്ങൾക്ക് ദുരന്ത നിവാരണ ഫണ്ടുണ്ട്. കേന്ദ്രം അവരുടെ വിഹിതം കൃത്യമായി നൽകുന്നു. വയനാട് ദുരന്തമുണ്ടായ സമയത്ത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിന് പോലും കാത്തുനിൽക്കാതെ കേന്ദ്രം അതിവേഗം ദുരന്ത നിവാരണ ഫണ്ട് കേരളത്തിന് അനുവദിച്ചിരുന്നു. കൃത്യമായ കണക്കുകൾ നൽകാതെയും പുനരധിവാസത്തിനുള്ള പ്രൊജക്ട് റിപ്പോർട്ടുകൾ സമർപ്പിക്കാതെയും ദുരന്ത ബാധിതരെ വഞ്ചിക്കുകയാണ് LDF സർക്കാർ. കോൺഗ്രസും അതിന് ഒത്താശ ചെയ്യുന്നു. ഇത് മറച്ചുവെക്കാനാണ് ഈ കേന്ദ്രത്തിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ.